കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ക്വാണ്ടം മെക്കാനിക്സ് ആണ്. അതിൽ തന്നെ എന്തുകൊണ്ട് ക്വാണ്ടം മെക്കാനിക്സ് എന്ന ഒരു പുതിയ സിസ്റ്റത്തിലേക്ക് ക്ലാസിക്കൽ ഫിസിക്സ് എവിടെ ഫെയിലാകുന്നു, എവിടെ ക്വാണ്ടം മെക്കാനിക്സിൻ്റെ ആവശ്യകത ഉണ്ടാകുന്നു, അതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അതായത് ക്ലാസിക്കൽ മെക്കാനിക്സിൻ്റെ ഇൻഅഡിക്വസി. അപ്പോൾ അതിൽ തന്നെ നമ്മൾ ബ്ലാക്ക് ബോഡി റേഡിയേഷനാണ് പഠിച്ചത്. ബ്ലാക്ക് ബോഡി റേഡിയേഷൻ എക്സ്പെരിമെൻ്റൽ കർവ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാങ്ക് ഹൈപ്പോത്തസിസ് കൊണ്ടുവന്നത്. അപ്പോൾ അതിൽ പറയുന്നത് എനർജി എക്സ്ചേഞ്ച് ബിറ്റ്വീൻ മാറ്റർ ആൻഡ് റേഡിയേഷൻ ടേക്ക് പ്ലേസ് ഓൺലി ഇൻ ഡിസ്ക്രീറ്റ് പാക്കറ്റ്സ്. മാറ്ററും റേഡിയേഷനും ഇൻറ്ററാക്റ്റ് ചെയ്യുമ്പോൾ അവ തമ്മിലുള്ള എനർജി എക്സ്ചേഞ്ച് സംഭവിക്കുന്നത് ഡിസ്ക്രീറ്റ് പാക്കറ്റുകളായിട്ടാണ്. അതായത് ചില പർട്ടിക്കുലർ എനർജീസ്, ഡിസ്ക്രീറ്റ് എനർജീസ് മാത്രമേ എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. ഏത് എനർജിയും പറ്റില്ല. കണ്ടിന്യൂസ് വാല്യൂസ് പോസിബിൾ അല്ല, ചില പർട്ടിക്കുലർ വാല്യൂസ് മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ ആ ഡിസ്ക്രീറ്റ് പാക്കറ്റ് ഓഫ് എനർജി, അതിനെയാണ് നമ്മൾ ഫോട്ടോൺ എന്ന് വിളിച്ചത് അല്ലേ. ലൈറ്റിൻ്റെ ഡിസ്ക്രീറ്റ് പാക്കറ്റ് ഓഫ് എനർജീനെ ഫോട്ടോൺ എന്ന് വിളിച്ചു. അതിൻ്റെ എനർജി, ഒരു ഫോട്ടോണിൻ്റെ എനർജി h nu ആണെന്ന് പറഞ്ഞു. അതിൽ ഹെച്ചിനെ വിളിക്കുന്ന പേര് പ്ലാങ്ക്സ് കോൺസ്റ്റൻ്റ് എന്നാണ്. ഈ പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ പ്ലാങ്ക് കണ്ടുപിടിച്ചതാണ്. ഓക്കെ, ഈ ബ്ലാക്ക് ബോഡി റേഡിയേഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ ഇതെല്ലാം ചെയ്തത്. അപ്പോൾ അതിൻ്റെ എക്സ്പെരിമെൻ്റൽ വാല്യൂ ഒക്കെ നോക്കിയിട്ട് ഈ ഹെച്ചിന് എന്ത് വാല്യൂ കൊടുത്താൽ ആ റിസൾട്ട് കിട്ടും എന്ന രീതിയിൽ ഹെച്ചിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചത് പ്ലാങ്ക് ആണ്. അതുകൊണ്ടാണ് പിന്നീട് ഈ ഹെച്ചിനെ പ്ലാങ്ക്സ് കോൺസ്റ്റൻ്റ് എന്ന് വിളിച്ചത്. എച്ചിൻ്റെ വാല്യൂ 6.625 × 10⁻34 ജൂൾ സെക്കൻഡ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ യൂണിറ്റ് ഒന്ന് ശ്രദ്ധിച്ച് വെക്കണം. ജൂൾ സെക്കൻഡ് ആണ് ഇതിൻ്റെ യൂണിറ്റ്. കാരണം എനർജി ഈക്വൽ ടു h nu ആണ്. എനർജിയുടെ യൂണിറ്റ് ജൂളാണ്. ഫ്രീക്വൻസിയുടെ യൂണിറ്റ് 1/second അല്ലെങ്കിൽ ഹേർട്സ് എന്നൊക്കെ പറയാം. അപ്പോൾ ഹെച്ചിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? ജൂൾ സെക്കൻഡായിട്ട് മാറും. ഓക്കെ, ഇത്തരത്തിലാണ് ഇതിൻ്റെ യൂണിറ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ യൂണിറ്റ് ഒന്ന് ശ്രദ്ധിച്ച് വെക്കുക. കാരണം നിങ്ങൾ ഇനിയിപ്പോൾ എവിടെയെങ്കിലുമൊക്കെ പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ് കേൾക്കും. അപ്പോൾ അതിൻ്റെ വാല്യൂ ഇതും യൂണിറ്റ് ജൂൾ സെക്കൻഡും ആണെന്ന് ഓർത്ത് വയ്ക്കുക. ഇനി എവിടെയൊക്കെയാണ് നമ്മൾ ക്വാണ്ടം മെക്കാനിക്സ് അപ്ലൈ ചെയ്യേണ്ടി വന്നതെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ കുറേ ഇൻഅഡിക്വസി പഠിച്ചു. അപ്പോൾ അത് എപ്പോഴാണ്, ആരൊക്കെയാണ് ഈ പ്രശ്നങ്ങൾ സോൾവ് ചെയ്ത് ക്വാണ്ടം തിയറി വെച്ചിട്ട് ഈ പറഞ്ഞ കുറേ പ്രശ്നങ്ങളുണ്ടല്ലോ, അതിനെല്ലാം സോൾവ് ചെയ്തത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇമ്പോർട്ടൻറ്റ് ആപ്ലിക്കേഷൻസ് ഓഫ് ക്വാണ്ടം തിയറി ഓഫ് റേഡിയേഷൻ. ഇപ്പോൾ എവിടേക്കാണ് ക്വാണ്ടം തിയറി ആവശ്യമായിട്ട് വന്നത്? ആദ്യം എവിടെ അപ്ലൈ ചെയ്തത്? ബ്ലാക്ക് ബോഡി റേഡിയേഷൻ അല്ലേ. ബ്ലാക്ക് ബോഡി റേഡിയേഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാങ്ക് ആണ് ആദ്യമായിട്ട് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. പിന്നെ ഐൻസ്റ്റൈൻ ഈ തിയറി കടമെടുത്തുകൊണ്ട്, അതായത് ഈ ഫോട്ടോൺ എന്ന കൺസെപ്റ്റ്, മാറ്ററും റേഡിയേഷനും തമ്മിൽ ഇൻട്രാക്റ്റ് ചെയ്യുമ്പോൾ എനർജി എക്സ്ചേഞ്ച് നടക്കുന്നത് ഡിസ്ക്രീറ്റ് പാക്കറ്റുകളായിട്ടാണ് എന്ന കൺസെപ്റ്റ് കടമെടുത്തുകൊണ്ട് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റിനെ എക്സ്പ്ലെയിൻ ചെയ്തു. അപ്പോൾ അവിടെയും എനർജി ഓഫ് എ ഫോട്ടോൺ ഈക്വൽ ടു h nu എന്ന കൺസെപ്റ്റ് എടുത്തുകൊണ്ടാണ് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റിനെ ഐൻസ്റ്റൈൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. പിന്നെ 1907 ഐൻസ്റ്റൈൻ തന്നെ സ്പെസിഫിക് ഹീറ്റിൻ്റെതും സോൾവ് ചെയ്യുന്നു. അപ്പോൾ ആക്ച്വലി ഈ സ്പെസിഫിക് ഹീറ്റിൻ്റെ പ്രോബ്ലം ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. കൃത്യമായിട്ട് ഉത്തരം ഐൻസ്റ്റൈനും കിട്ടിയില്ല. അതിനുശേഷം ഡിബൈ ആണ് ഇതിനെ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ തീരുന്നില്ല. ഇതിനുശേഷം ഡിബൈ ആണ് കൃത്യമായിട്ട് സ്പെസിഫിക് ഹീറ്റിന് ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാം എന്താണ്, ക്വാണ്ടം തിയറി ബേസ് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. പിന്നെ 1913 ബോർ എന്ത് ചെയ്തിരിക്കുകയാണ്? അറ്റോമിക് സ്ട്രക്ചറിനെ എക്സ്പ്ലെയിൻ ചെയ്തു അല്ലേ. അറ്റോമിക് സ്ട്രക്ചർ വെച്ച് ഒരു നമ്മൾ ബോർ ആറ്റം മോഡൽ പഠിച്ചതാണ്. അപ്പോൾ അത് വെച്ചിട്ട് എന്തിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്? സ്പെക്ട്രൽ ലൈൻസ്. എന്തുകൊണ്ട് നമുക്കൊരു കണ്ടിന്യൂസ് സ്പെക്ട്രം കിട്ടുന്നില്ല, ലൈൻ സ്പെക്ട്രം കിട്ടുന്നു അല്ലേ. ഹൈഡ്രജൻ ആയാലും ഹൈഡ്രജൻ സ്പെക്ട്രം എന്ന് പറഞ്ഞാൽ ലൈൻ സ്പെക്ട്രമാണ്. അപ്പോൾ എന്തുകൊണ്ട് ഒരു കണ്ടിന്യൂസ് സ്പെക്ട്രം കിട്ടാതെ ഒരു ഡിസ്ക്രീറ്റ് സ്പെക്ട്രം അല്ലെങ്കിൽ ഒരു ലൈൻ സ്പെക്ട്രം കിട്ടുന്നു എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്തത് ബോറാണ്. അങ്ങനെ കിട്ടുന്ന രീതിയിലുള്ള ഒരു ആറ്റം മോഡൽ ബോർ പ്രപ്പോസ് ചെയ്തു. അതാണ് ബോർ ആറ്റം മോഡൽ. അപ്പോൾ അവിടെയും ക്ലാസിക്കൽ ഫിസിക്സ് അല്ല ഉപയോഗിച്ചിരിക്കുന്നത്, ക്വാണ്ടം തിയറിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് അല്ലേ. കാരണം എനർജി ക്വാണ്ടൈസ്ഡ് ആണ്. ഓരോ ലെവൽസിൻ്റെയും നമ്മളൊരു ഓർബിറ്റ് എടുത്താൽ ആ ഓർബിറ്റിൽ ആംഗുലർ മൊമെൻറ്റം ക്വാണ്ടൈസ്ഡ് ആണ് നമ്മൾ പഠിച്ചു അല്ലേ. അതുപോലെ തന്നെ അതിൻ്റെ എനർജിയും, അതിലിരിക്കുന്ന ഇലക്ട്രോൺ, ഒരു പർട്ടിക്കുലർ ഓർബിറ്റിലിരിക്കുന്ന ഇലക്ട്രോണിൻ്റെ എനർജിയും ക്വാണ്ടൈസ്ഡ് ആണ്. അപ്പോൾ ആ ക്വാണ്ടൈസേഷൻ എന്ന കൺസെപ്റ്റ് ക്ലാസിക്കൽ ഫിസിക്സിലില്ല. അതെവിടെയുള്ളൂ? ക്വാണ്ടം ഫിസിക്സിലാണ് അങ്ങനെ ഒരു കൺസെപ്റ്റ് വരുന്നത്.
അപ്പോൾ ക്വാണ്ടം തിയറി ഉപയോഗിച്ചിട്ടാണ് ബോർ ഇത്തരത്തിലൊരു ബോർ ആറ്റം മോഡൽ പ്രപ്പോസ് ചെയ്തിരിക്കുന്നത്. പിന്നെ വന്നത് സ്കാറ്ററിങ് ഓഫ് എക്സ്റേസ് ബൈ ഇലക്ട്രോൺസ് അല്ലെങ്കിൽ എനി ചാർജ്ഡ് പാർട്ടിക്കിൾ. ഒരു ചാർജ്ഡ് പാർട്ടിക്കിളിലേക്ക് ഒരു എക്സ്റേ വന്ന് വീഴുമ്പോൾ അതിനുണ്ടാകുന്ന സ്കാറ്ററിങ് അത് എക്സ്പ്ലെയിൻ ചെയ്തതും ഈ ക്വാണ്ടം തിയറി വെച്ചിട്ടാണ്. അപ്പോൾ ഈ ഫിനോമിനനെ പറയുന്ന പേരാണ് കോംപ്റ്റൺ ഇഫക്റ്റ്. 1922 കോംപ്റ്റൺ ആണിത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, കോംപ്റ്റൺ ഇഫക്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ക്വാണ്ടം ഫിസിക്സ്. ഇത്രയല്ല, ഒരുപാട് കാര്യങ്ങൾ ക്വാണ്ടം ഫിസിക്സ് പിന്നെ നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇത് കുറച്ചൊരു ആപ്ലിക്കേഷൻസ്, 2-3 ആപ്ലിക്കേഷൻസ് പറഞ്ഞിരിക്കുന്നതേ ഉള്ളൂ. ഇപ്പോൾ വരുന്നത് മിക്കവാറും നമുക്കറിയാം എക്സാക്റ്റ് തിയറി എന്ന് പറയുന്നത് ക്വാണ്ടം ഫിസിക്സ് ആണ്. അപ്പോൾ ക്വാണ്ടം ഫിസിക്സിൻ്റെ ഒരു പർട്ടിക്കുലർ ലിമിറ്റിൽ മാത്രം, ഇപ്പോൾ n goes to infinity എന്നല്ലേ നമ്മൾ ബോർ കറസ്പോണ്ടൻസ് പ്രിൻസിപ്പിൾ പഠിച്ചതാണ്. n goes to infinity ആ ഒരു സ്പെസിഫിക് കേസിൽ മാത്രം എന്ത് കിട്ടുള്ളൂ, ക്ലാസിക്കൽ ലോസ് നമുക്ക് ആപ്ലിക്കബിൾ ആയിട്ട് വരുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ മൈക്രോസ്കോപ്പിക് ലെവലിലേക്ക് പോയാൽ അല്ലെങ്കിൽ ഈ ക്വാണ്ടം നമ്പറിൻ്റെ വാല്യൂ വളരെ ചെറുതായിരിക്കുമ്പോൾ നമുക്ക് ക്ലാസിക്കൽ തിയറീസ് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റില്ല, ക്വാണ്ടം തിയറി തന്നെ വേണം. അപ്പോൾ ജനറൽ തിയറി എന്ന് പറയുന്ന ക്വാണ്ടം തിയറി തന്നെയാണ്. ചില സ്പെസിഫിക് ലിമിറ്റിലേക്ക് വരുമ്പോൾ ക്വാണ്ടം തിയറിയും ക്ലാസിക്കൽ തിയറിയും മർജ് ചെയ്യുന്നു. ക്ലാസിക്കൽ തിയറി വെച്ചിട്ട് നമുക്ക് ആക്ച്വൽ റിസൾട്ടിലേക്ക് എത്താൻ പറ്റുന്നത് ഒരു ചില പർട്ടിക്കുലർ ലിമിറ്റ്സിൽ മാത്രമാണ്. ഇപ്പോൾ ചില പർട്ടിക്കുലർ റീജിയൻസിൽ മാത്രം, പർട്ടിക്കുലർ ഡൊമൈൻസിൽ മാത്രം നമുക്ക് ക്ലാസിക്കൽ തിയറി ശരിക്കുള്ള റിസൾട്ട് തരുന്നു. അപ്പോൾ എപ്പോഴും ജനറൽ തിയറി എന്ത് തന്നെയാണ്, എപ്പോഴും ശരിയായിട്ടുള്ള റിസൾട്ട് തരുന്നത് ക്വാണ്ടം തിയറി തന്നെ ആണ്. അപ്പോൾ അത് മനസ്സിലാക്കുക. ഇനി ഞാൻ പറഞ്ഞൊരു കാര്യം, ക്ലാസിക്കൽ ഫിസിക്സിൽ നമുക്ക് ഒരു പാർട്ടിക്കിളിൻ്റെ കംപ്ലീറ്റ് ഡിസ്ക്രിപ്ഷൻ, അതിൻ്റെ പൊസിഷനും മൊമെൻറ്റവും അറിയാമെങ്കിൽ കിട്ടുമെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞു ക്വാണ്ടം ഫിസിക്സിൽ വന്നിട്ട് നമുക്ക് ഒരു പാർട്ടിക്കിളിൻ്റെ പൊസിഷനും മൊമെൻറ്റവും കൃത്യമായിട്ട് പറയാനായിട്ട് പറ്റില്ല. ഓക്കെ, എക്സാക്റ്റ് ആയിട്ട് ഇത്രയാണ് ആക്യുറേറ്റ്, ഇതിൻ്റെ വാല്യൂ ഇങ്ങനെയാണ് എന്ന് രണ്ടും ഒരുമിച്ച് പറയാനായിട്ട് പറ്റില്ല. പൊസിഷൻ ആൻഡ് മൊമെൻറ്റം ആർ നോട്ട് വെൽ ഡിഫൈൻഡ്. അപ്പോൾ പൊസിഷനും മൊമെൻറ്റവും വെച്ചിട്ട് ഒരു പാർട്ടിക്കിളിൻ്റെ സ്റ്റേറ്റ് പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ പകരം കൊണ്ടുവരുന്ന ഒരു കൺസെപ്റ്റാണ് വേവ് ഫങ്ഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ക്വാണ്ടം ഫിസിക്സിൽ നമ്മൾ പറയും വേവ് ഫങ്ഷൻ, ഒരു സിസ്റ്റത്തിൻ്റെ വേവ് ഫങ്ഷൻ അറിയാമെങ്കിൽ അതിൻ്റെ കംപ്ലീറ്റ് ഡിസ്ക്രിപ്ഷനായി. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ക്ലാസിക്കൽ മെക്കാനിക്സിൽ പൊസിഷൻ ആൻഡ് മൊമെൻറ്റം ചെയ്ത അതേ റോളാണ് ക്വാണ്ടം മെക്കാനിക്സിലെ വേവ് ഫങ്ഷന് വരുന്നത്. ഇതാണ് സ്റ്റേറ്റിനെ തീരുമാനിക്കുന്നത്. അപ്പോൾ ഇനി എന്താണ് ഈ വേവ് ഫങ്ഷൻ എന്ന് നോക്കണം. അപ്പോൾ നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് വേവിനെ കൺസിഡർ ചെയ്യുക. ഈ മാക്സ്വെൽസ് തിയറി എല്ലാം പറഞ്ഞു വെച്ചത് ഇതൊരു വേവ് ആണെന്നാണ് അല്ലേ. പക്ഷേ പ്ലാങ്ക് എന്തു പറഞ്ഞു, ഇത് എനർജി എക്സ്ചേഞ്ച് ചെയ്യുന്നത് ഡിസ്ക്രീറ്റ് പാക്കറ്റുകളിലാണ് എന്ന് പറഞ്ഞു. അതിനുശേഷം ഐൻസ്റ്റൈൻ പറഞ്ഞു മാറ്ററുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എനർജി എക്സ്ചേഞ്ച് മാത്രമല്ല, ഈ വേവ് ട്രാവൽ ചെയ്യുന്നത് തന്നെ പാക്കറ്റുകളായിട്ടാണെന്ന് പറഞ്ഞു. ഓക്കെ, ഒന്നുകൂടെ ശ്രദ്ധിക്കുക. 1900s മുൻപ് വരെ മാക്സ്വെൽസ് ഇലക്ട്രോ മാഗ്നറ്റിക് തിയറി നിലവിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കിയിരുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് വേവുകളെന്നാണ്. ഓക്കെ, ലൈറ്റ് എന്ന് പറയുന്ന ഒരു വേവാണ്, അല്ലെങ്കിൽ അൾട്രാ വയലറ്റ് എന്ന് പറയുന്ന വേവാണ്, എക്സ്റേ എന്ന് പറയുന്ന ഒരു വേവ് നേച്ചറാണെന്നാണ് നമ്മൾ മനസ്സിലാക്കിയിരുന്നത്. അതിനുശേഷം 1900s പ്ലാങ്ക് ബ്ലാക്ക് ബോഡി റേഡിയേഷൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ പ്രൊപ്പോസ് ചെയ്തത് എന്താണ്, മാറ്ററും റേഡിയേഷനും തമ്മിൽ ഇൻട്രാക്ട് ചെയ്യുമ്പോൾ എനർജി എക്സ്ചേഞ്ച് നടക്കുന്നത് പാക്കറ്റുകളായിട്ടാണ്. ഇൻട്രാക്ഷൻ വരുമ്പോൾ അവിടെ റേഡിയേഷൻ എന്തായിട്ട് പാർട്ടിക്കിളായിട്ട് ബിഹേവ് ചെയ്യുന്നു എന്നാണ് പ്ലാങ്ക് പറഞ്ഞത്. അതിനുശേഷം ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഐൻസ്റ്റൈൻ ഒന്നും കൂടെ പ്രൊപ്പോസ് ചെയ്തു. ഈ എനർജി എക്സ്ചേഞ്ച് നടക്കുമ്പോൾ മാത്രമല്ല പാർട്ടിക്കിൾ ബിഹേവിയർ കാണിക്കുന്നത്, ഈ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ട്രാവൽ ചെയ്യുന്നത് തന്നെ പാർട്ടിക്കിളായിട്ടാണ്, ഫോട്ടോണുകളായിട്ടാണ് ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലായൊരു കാര്യം, വേവിന് എന്തുണ്ട്, ബോത്ത് പാർട്ടിക്കിൾ ആൻഡ് വേവ് നേച്ചറുണ്ട്, ഡ്യുവൽ നേച്ചർ കാണിക്കുന്നു. ഓക്കെ, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് എക്സിബിറ്റ്സ് ബോത്ത് പാർട്ടിക്കിൾ ആൻഡ് വേവ് നേച്ചർ.
ഡ്യുവൽ നേച്ചറുണ്ട്. അപ്പോൾ അത് നമുക്ക് മനസ്സിലായി, നമ്മൾ പ്രൂവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ വന്നിട്ട് ഹൈസൻബർഗ് പറഞ്ഞു നേച്ചറിൽ എല്ലാ കാര്യവും സിമെട്രിക്കാണ്. അപ്പോൾ വേവിന് പാർട്ടിക്കിൾ നേച്ചറും വേവ് നേച്ചറും ഉണ്ടെങ്കിൽ പാർട്ടിക്കിളും എന്ത് കാണിക്കണം? വേവ് നേച്ചറും പാർട്ടിക്കിൾ നേച്ചറും കാണിക്കണം. ഒന്നുകൂടെ ഓർക്കുക, വേവിന് എന്തുണ്ട്? ഡ്യുവൽ നേച്ചറുണ്ട്. നേച്ചറിൽ എല്ലാ സാധനങ്ങളും സിമെട്രിക്കാണ്. ഓക്കെ, യൂണിവേഴ്സിലെ എല്ലാ കാര്യങ്ങളും സിമെട്രി ഉള്ള കാര്യങ്ങളാണ്. അപ്പോൾ വേവിന് ഡ്യുവൽ നേച്ചർ ഉണ്ടെങ്കിൽ, അതായത് പാർട്ടിക്കിൾ നേച്ചറും വേവ് നേച്ചറും ഉണ്ടെങ്കിൽ പാർട്ടിക്കിളിനും എന്തുണ്ടായിരിക്കണം? ഡ്യുവൽ നേച്ചർ ഉണ്ടായിരിക്കും. അതായത് പാർട്ടിക്കിളും എന്തായിട്ട് ബിഹേവ് ചെയ്യണം? വേവും പാർട്ടിക്കിളുമായിട്ട് രണ്ട് സ്വഭാവവും കാണിക്കണം. അപ്പോൾ ഡി ബ്രോഗ്ലി എന്ന സയൻറ്റിസ്റ്റ് പറഞ്ഞു, എ മാറ്റർ വേവ് ഈസ് അസോസിയേറ്റഡ് വിത്ത് എവരി പാർട്ടിക്കിൾ. ഒരു പാർട്ടിക്കിളുമായിട്ട് അസോസിയേറ്റ് ചെയ്ത ഒരു വേവ് ഉണ്ട്. ആ വേവിനെ മാറ്റർ വേവ് എന്ന് വിളിച്ചു. അതിൻ്റെ വേവ് ലെങ്തും പറഞ്ഞു വെച്ചു ലാംഡ =h/p. h എന്ന് പറയുന്ന പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ്, p എന്ന് പറയുന്നത് ആ പാർട്ടിക്കിളിൻ്റെ മൊമെൻറ്റം. അപ്പോൾ ഏതൊരു പാർട്ടിക്കിളുമായിട്ടും അസോസിയേറ്റ് ചെയ്ത ഒരു വേവ് ഉണ്ട്. അപ്പോൾ നമുക്കറിയാം, ഒരു വേവ് ഉണ്ടെങ്കിൽ സംതിങ് മസ്റ്റ് ബി ചേഞ്ചിങ് വിത്ത് ടൈം, അല്ലേ? ഇപ്പോൾ വാട്ടർ വേവ് ആണെങ്കിൽ ആ പാർട്ടിക്കിളിൻ്റെ ഇൻസ്റ്റൻറ്റേനിയസ് ആംപ്ലിറ്റ്യൂഡ് ആണ് എന്ത് മാറുന്നത്? ടൈമിനനുസരിച്ച് മാറുന്നു. സൗണ്ട് വേവ് ആണെങ്കിലോ പ്രഷർ മാറുന്നു. അപ്പോൾ ഇത്തരത്തിൽ എന്തോ ഒരു സംഭവം എന്ത് ചെയ്യണം? വേവ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യുന്നുണ്ട് ടൈമിനനുസരിച്ച്. അപ്പോൾ ഈ മാറ്റർ വേവിലും സംതിങ് ഈസ് ചേഞ്ചിങ്. ആ സാധനത്തിനെ വിളിച്ച പേരാണ്, എന്താണോ ആ ചേഞ്ച് ചെയ്യുന്നത്, എന്താണോ ആ ടൈമിൻ്റെ വേരിയബിളായിട്ട് വരുന്നത്, അതിനെ വിളിച്ച പേരാണ് psi അല്ലെങ്കിൽ വേവ് ഫങ്ഷൻ. വേവ് ഫങ്ഷൻ, ക്വാണ്ടിറ്റി ദാറ്റ് വേരീസ് പീരിയോഡിക്കലി വിത്ത് ടൈം. For water waves, it is the height of the water surface. For sound waves, it is the pressure. For light waves, electric field and magnetic field are periodically varying with time. The case of matter wave, the function of time or the something which is varying with the time is wave function psi. ഈ psi എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു എന്താണ്? ഒരു ഇൻസ്റ്റൻറ്റേനിയസ് ആംപ്ലിറ്റ്യൂഡാണ്. ഓക്കെ, ഒരു ഇൻസ്റ്റൻറ്റേനിയസ് ആംപ്ലിറ്റ്യൂഡാണ്. അതുകൊണ്ട് ഇതിന് ബോത്ത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് വാല്യൂസ് ആർ പോസിബിൾ, അല്ലേ? പോസിറ്റീവ് ഇങ്ങോട്ട് വരുമ്പോൾ പോസിറ്റീവ് വാല്യൂ ആകാം, ഇങ്ങോട്ട് നെഗറ്റീവ് ആകാം. അപ്പോൾ ശരിക്കും അതുപോലെ തന്നെ ഇതിന് കോംപ്ലക്സ് വാല്യൂം ആകാം. ഇറ്റ് ക്യാൻ ബി കോംപ്ലക്സ് ഓൾസോ. അപ്പോൾ ഇതിനൊരു ഫിസിക്കൽ ഇൻ്റർപ്രിറ്റേഷൻ, സൈക്ക് ഡയറക്റ്റ് ആയിട്ട് ഒരു ഫിസിക്കൽ മീനിങ് ഇല്ല. പകരം സൈ സ്ക്വയറിനെയാണ്, മോഡ് സൈ സ്ക്വയറിനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ മോഡ് സൈ സ്ക്വയർ എന്ന് പറയുന്നത് സൈ സ്റ്റാർ, കോംപ്ലക്സ് കോൺജുഗേറ്റ് ഓഫ് സൈ ഇൻറ്റു സൈ. സൈ സ്റ്റാർ എന്ന് പറയുന്നത് കോംപ്ലക്സ് കോൺജുഗേറ്റ് ഓഫ് സൈ ഇൻറ്റു സൈ ആണ് മോഡ് സൈ സ്ക്വയർ കിട്ടുന്നത്. അപ്പം ഇതിനൊരു ഫിസിക്കൽ ഇൻ്റർപ്രിറ്റേഷൻ ഉണ്ട് മോഡ് സൈ സ്ക്വയറിന്. ഇറ്റ് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ദ പാർട്ടിക്കിൾ അറ്റ് എ പർട്ടിക്കുലർ പ്ലേസ് അറ്റ് എ പർട്ടിക്കുലർ ടൈം. ഒരു പർട്ടിക്കുലർ സ്ഥലത്ത്, ഒരു പർട്ടിക്കുലർ പ്ലേസിൽ, ഒരു പർട്ടിക്കുലർ ടൈമിൽ ഒരു പാർട്ടിക്കിളിനെ കാണാനുള്ള സാധ്യതയാണ്, പ്രോബബിലിറ്റിയാണ് എന്ത്? മോഡ് സൈ സ്ക്വയർ. അതാണ് ഇതിൻ്റെ ഫിസിക്കൽ ഇൻ്റർപ്രിറ്റേഷൻ. സോ മോഡ് സൈ സ്ക്വയർ ഇസ് ദ പ്രോബബിലിറ്റി. അപ്പോൾ പ്രോബബിലിറ്റിയാണ്, അതുകൊണ്ട് ഇതിൻ്റെ വാല്യൂ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കണം. അതുപോലെ തന്നെ പ്രോബബിലിറ്റിയുടെ മാക്സിമം വാല്യൂ 1 ആണ്, അല്ലേ? 1 എന്ന് വെച്ചാൽ അതിനെ അവിടെ കാണുന്നുണ്ട്. അപ്പോൾ അതിന് മുകളിൽ പ്രോബബിലിറ്റിക്ക് വാല്യൂ വരാൻ പറ്റില്ല. ഇത് മോഡ് സൈ സ്ക്വയറിൻ്റെ വാല്യൂ എങ്ങനെയായിരിക്കണം? ഇറ്റ് മസ്റ്റ് ബി ഓൾവേസ് ബി ലെസ് ദാൻ 1. ഇനി വേവ് ഫങ്ഷൻ്റെ ഫിസിക്കൽ മീനിങ് എന്തായിരിക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ രണ്ട് രീതിയിൽ നമ്മൾ വേവ് ഫങ്ഷനെ മനസ്സിലാക്കുന്നുണ്ട്. രണ്ട് തരം ഇൻ്റർപ്രിറ്റേഷൻ ഉണ്ട്. അതിൽ ഒന്നെന്ന് പറയുന്നത് വേവ് ഫങ്ഷൻ ഈസ് എ മെഷർ ഓഫ് പാർട്ടിക്കിൾ ഡെൻസിറ്റി ഓർ ചാർജ് ഡെൻസിറ്റി. അതായത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന സിസ്റ്റം എന്ന് പറയുന്നത് ലാർജ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആണെന്ന് വിചാരിക്കുക. കുറേ പാർട്ടിക്കിൾസ് ഉണ്ട്, ഒരൊറ്റ പാർട്ടിക്കിളല്ല, കുറേ പാർട്ടിക്കിൾസിൻ്റെ ഒരു ബീമാണെന്ന് വിചാരിക്കാം. അങ്ങനെയെങ്കിൽ ഒരു പർട്ടിക്കുലർ പോയിൻറ്റിൽ ഒരു പർട്ടിക്കുലർ ടൈമിലുള്ള പാർട്ടിക്കിൾ ഡെൻസിറ്റി, നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ബൈ വോളിയം, അല്ലേ? പാർട്ടിക്കിൾ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഡിവൈഡഡ് ബൈ വോളിയമാണ് പാർട്ടിക്കിൾ ഡെൻസിറ്റി.
അപ്പോൾ ഈ പാർട്ടിക്കിൾ ഡെൻസിറ്റിയുടെ ഒരു മെഷറാണ് വേവ് ഫംഗ്ഷൻ എന്നാണ് ഒരു ഇൻ്റർപ്രിറ്റേഷൻ. അല്ലെങ്കിൽ പാർട്ടിക്കിൾ ഡെൻസിറ്റി ടൈംസ്, ഇപ്പോൾ ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾസിൻ്റെ സിസ്റ്റമാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഒരു പാർട്ടിക്കിളിൻ്റെ ചാർജ് കൊണ്ട് പാർട്ടിക്കിൾ ഡെൻസിറ്റിയെ മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ അത് ചാർജ് ഡെൻസിറ്റി ആയി അല്ലേ. അപ്പോൾ ചാർജ് ഡെൻസിറ്റി എന്ന് പറയുന്നത് യൂണിറ്റ് വോളിയത്തിൽ എത്ര ചാർജ് ഉണ്ട്. അപ്പോൾ ഒരു പാർട്ടിക്കിളിൻ്റെ ചാർജ് ടൈംസ് എത്ര പാർട്ടിക്കിൾസ് ഉണ്ട്, അപ്പോൾ അവിടുത്തെ ചാർജായി ചാർജ് ഡെൻസിറ്റി നമുക്ക് കിട്ടും. അപ്പോൾ ഈ രീതിയിൽ വേവ് ഫംഗ്ഷനെ ഇൻ്റർപ്രറ്റ് ചെയ്തത് ഷ്രോഡിഞ്ചറാണ്. ദിസ് ഈസ് ഷ്രോഡിഞ്ചേഴ്സ് ഇൻ്റർപ്രിറ്റേഷൻ ഓഫ് വേവ് ഫംഗ്ഷൻ. അപ്പോൾ എങ്ങനെ ഈ രീതിയിലുള്ള ഒരു ഇൻ്റർപ്രിറ്റേഷനിലേക്ക്, അതായത് സൈ എന്ന് പറയുന്നത് പാർട്ടിക്കിൾ ഡെൻസിറ്റിയുടെ ഒരു മെഷറാണ് അല്ലെങ്കിൽ ചാർജ് ഡെൻസിറ്റിയുടെ ഒരു മെഷറാണ് എന്ന കൺസെപ്റ്റിലേക്ക് ഷ്രോഡിഞ്ചർ എത്തിച്ചേർന്നേ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഇതൊക്കെ ഡെവലപ്പ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഉണ്ടായിരുന്ന ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് തിയറി ഉണ്ട്. അപ്പോൾ ഇലക്ട്രോ മാഗ്നറ്റിക് തിയറിയിൽ എനർജി ഡെൻസിറ്റി നമുക്കറിയാം അല്ലേ. ഒരു വേവിൻ്റെ അല്ലെങ്കിൽ റേഡിയേഷൻ്റെ എനർജി ഡെൻസിറ്റി എന്ന് പറയുന്നത് ആംപ്ലിറ്റ്യൂഡ് സ്ക്വയറിന് പ്രപ്പോർഷണൽ ആയിരിക്കും അല്ലേ. കാരണം ഇൻറ്റൻസിറ്റി ഈസ് പ്രപ്പോർഷണൽ ടു ആംപ്ലിറ്റ്യൂഡ് സ്ക്വയർ. നമ്മൾ പല സ്ഥലങ്ങളിലും പഠിച്ചിട്ടുണ്ട്. ഈ ഇൻറ്റൻസിറ്റി തന്നെയാണ് എനർജി ഡെൻസിറ്റി. ഇത് നമ്മൾ ഫസ്റ്റ് സെമ്മിൽ ഓസിലേഷൻസ് ആൻഡ് വേവ്സ് എന്ന പോർഷനിൽ പഠിച്ചിട്ടുണ്ട്. എനർജി ഡെൻസിറ്റി എന്ന് പറയുന്നത് ഇൻറ്റൻസിറ്റി തന്നെയാണ്. അതെന്തിന് പ്രപ്പോർഷണൽ ആയിരിക്കും? എ സ്ക്വയർ ആംപ്ലിറ്റ്യൂഡ് സ്ക്വയറിന് പ്രപ്പോർഷണൽ ആയിരിക്കും. അങ്ങനെയെങ്കിൽ നമ്പർ ഓഫ് ഫോട്ടോൺസ് പെർ വോളിയം, ഇപ്പം ഒരു വോളിയത്തിൽ യൂണിറ്റ് വോളിയത്തിൽ എത്ര നമ്പർ ഓഫ് ഫോട്ടോൺസ് ഉണ്ട്. അപ്പോൾ ഇതാണ് എന്ത്? ഫോട്ടോൺ ഡെൻസിറ്റി. അതെങ്ങനെ കിട്ടും? എനർജി ഡെൻസിറ്റി ഡിവൈഡഡ് ബൈ എനർജി ഓഫ് എ ഫോട്ടോൺ അല്ലേ. ടോട്ടൽ എനർജി ഡിവൈഡഡ് ബൈ എനർജി ഓഫ് എ സിംഗിൾ ഫോട്ടോൺ ഗീവ്സ് ദ നമ്പർ ഓഫ് ഫോട്ടോൺ. അപ്പം നമ്മൾ പെർ യൂണിറ്റ് വോളിയത്തിൽ വേണം, അതുകൊണ്ട് എനർജി ഡെൻസിറ്റി എടുക്കുക. ഓക്കെ, വെറും നമ്പർ ഓഫ് ഫോട്ടോൺസ് ആണെങ്കിൽ എനർജി ടോട്ടൽ എനർജി ബൈ h nu ഗീവ്സ് ദ നമ്പർ ഓഫ് ഫോട്ടോൺസ്. നമുക്ക് വേണ്ടുന്നത് ഫോട്ടോൺ ഡെൻസിറ്റിയാണ്, അതായത് നമ്പർ ഓഫ് ഫോട്ടോൺസ് പെർ യൂണിറ്റ് വോളിയം. അപ്പോൾ എനർജി പെർ യൂണിറ്റ് വോളിയം, എനർജി പെർ യൂണിറ്റ് വോളിയമാണ് എനർജി ഡെൻസിറ്റി. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. അപ്പം നമുക്ക് എന്താ കിട്ടിയത്? ഫോട്ടോൺ ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു എനർജി ഡെൻസിറ്റി ബൈ h nu എന്ന് കിട്ടി. ഇനി നമ്മൾ വേവ് തിയറിയിൽ നിന്നും എനർജി ഡെൻസിറ്റി എന്തിന് പ്രപ്പോർഷണലാണെന്ന് എഴുതിയിട്ടുണ്ട്? ആംപ്ലിറ്റ്യൂഡ് സ്ക്വയറിന്. അപ്പം നമുക്കത് ഇങ്ങോട്ടേക്ക് എടുക്കാം. എനർജി ഡെൻസിറ്റി ആംപ്ലിറ്റ്യൂഡ് സ്ക്വയറിന് പ്രപ്പോർഷണലാണ്, ഡിവൈഡഡ് ബൈ h nu. അപ്പോൾ ആംപ്ലിറ്റ്യൂഡ് നമുക്കറിയാം, മാറ്റർ വേവിൻ്റെ കേസിൽ ആംപ്ലിറ്റ്യൂഡ് ആരാ? സൈ ആണ്. അപ്പോൾ ഫോട്ടോൺ ഡെൻസിറ്റി ഈസ് ഈ കേസിൽ, ഇതിപ്പോൾ നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ്റെ കേസിലാണ് എഴുതുന്നത്. ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ്റെ കേസിൽ ഫോട്ടോൺ ഡെൻസിറ്റി പ്രപ്പോർഷണൽ ടു ആംപ്ലിറ്റ്യൂഡ് സ്ക്വയർ എന്ന് കിട്ടുന്നു അല്ലേ. അപ്പോൾ ഇവിടെ ഇതേപോലെ നമുക്ക് മാറ്റർ വേവ്, ഇപ്പോൾ ഇത് നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് വേവാണ്, ആക്ച്വൽ റേഡിയേഷൻ. അപ്പോൾ അതേപോലെ നമ്മൾ മാറ്റർ വേവിന് ഇതേപോലത്തെ ഇക്വേഷൻ നമ്മൾ എഴുതുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? പാർട്ടിക്കിൾ ഡെൻസിറ്റി ഈസ് പ്രപ്പോർഷണൽ ടു ആംപ്ലിറ്റ്യൂഡ് സ്ക്വയർ അല്ലേ. ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് സൈ ആണ്, അപ്പോൾ പ്രപ്പോർഷണൽ ടു സൈ സ്ക്വയർ എന്ന് എഴുതാം. നമ്മളെല്ലാം ഇങ്ങനെയല്ലേ എഴുതിയത്. അപ്പം വേവ് ഇത്തരത്തിലൊരു സ്വഭാവം കാണിക്കുന്നുവെങ്കിൽ മാറ്ററും അതുപോലെ ഒരു സ്വഭാവം കാണിക്കണം അല്ലേ, അതേ രീതിയിൽ. അപ്പോൾ ഫോട്ടോൺ, ഇത് റേഡിയേഷൻ്റെ കേസാണ്. ഫോർ റേഡിയേഷൻ ഫോട്ടോൺ ഡെൻസിറ്റി ഈസ് പ്രപ്പോർഷണൽ ടു ആംപ്ലിറ്റ്യൂഡ് സ്ക്വയർ. അങ്ങനെയെങ്കിൽ മാറ്റർ വേവിൻ്റെ കേസിൽ പാർട്ടിക്കിൾ ഡെൻസിറ്റി ഈസ് പ്രപ്പോർഷണൽ ടു ആംപ്ലിറ്റ്യൂഡ് സ്ക്വയർ, വേർ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞ സൈ ആണ്, ആംപ്ലിറ്റ്യൂഡ് ഓഫ് മാറ്റർ വേവ് അറ്റ് എനി പോയിൻ്റ് ഇൻ സ്പേസ് അറ്റ് എനി ടൈം. ഇനി പാർട്ടിക്കിൾ ഡെൻസിറ്റിയായി ചാർജ് ഡെൻസിറ്റി എങ്ങനെ കിട്ടും? ഒരു പാർട്ടിക്കിളിൻ്റെ ചാർജ്
ഒരു പാർട്ടിക്കിളിൻ്റെ ചാർജ് ഇൻറ്റു പാർട്ടിക്കിൾ ഡെൻസിറ്റി. അപ്പോൾ ചാർജ് ഓഫ് ദാറ്റ് പാർട്ടിക്കിൾ എന്നാണ്. ഇലക്ട്രോൺ ആണ് എങ്കിലാണ്, ഇലക്ട്രോണിൻ്റെ ചാർജ് ഡെൻസിറ്റി ആണെങ്കിലാണ് ഇലക്ട്രോണിൻ്റെ ചാർജ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഏതാണോ പാർട്ടിക്കിൾ, ഇപ്പോൾ ആൽഫ പാർട്ടിക്കിൾ ആണെങ്കിൽ ആൽഫ പാർട്ടിക്കിളിൻ്റെ ചാർജ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പം ഇലക്ട്രോണിൻ്റെ അല്ല, ചാർജ് ഓഫ് ദാറ്റ് പാർട്ടിക്കിൾ കേട്ടോ, ചാർജ് ഓഫ് ദാറ്റ് പാർട്ടിക്കിൾ. ആ പാർട്ടിക്കിളിൻ്റെ ചാർജ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ചാർജ് ഡെൻസിറ്റി കിട്ടും. ഓക്കെ, അപ്പോൾ എന്തായിരുന്നു നമ്മുടെ സൈയുടെ ഇൻ്റർപ്രിറ്റേഷൻ? മോഡ് സൈ സ്ക്വയർ ഈസ് ദ മെഷർ ഓഫ് പാർട്ടിക്കിൾ ഡെൻസിറ്റി ആൻഡ് ചാർജ് ഡെൻസിറ്റി. അപ്പോൾ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്ത സിസ്റ്റം എന്ന് പറയുന്നത് കളക്ഷൻ ഓഫ് പാർട്ടിക്കിൾസ് ആയിരുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ മോഡ് സൈ സ്ക്വയർ എന്ന് പറയുന്നത് പാർട്ടിക്കിൾ ഡെൻസിറ്റിയുടെ അല്ലെങ്കിൽ ചാർജ്ഡ് പാർട്ടിക്കിൾസിൻ്റെ ഒരു കളക്ഷൻ ആണെങ്കിൽ ചാർജ് ഡെൻസിറ്റിയുടെ ഒരു മെഷറായിരിക്കും. ഇനി മറ്റൊരു രീതിയിലുള്ള ഇൻ്റർപ്രിറ്റേഷനാണ് വേവ് ഫംഗ്ഷൻ ഈസ് എ മെഷർ ഓഫ് പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് എ പാർട്ടിക്കിൾ അറ്റ് എ പർട്ടിക്കുലർ പോയിൻ്റ് ഇൻ സ്പേസ്. അപ്പോൾ ഒരു സിംഗിൾ പാർട്ടിക്കിളിൻ്റെ കേസാണ് എടുക്കുന്നതെങ്കിൽ, ഇപ്പോൾ നമ്മുടെ സിസ്റ്റം എന്ന് പറയുന്നത് ഒരൊറ്റ പാർട്ടിക്കിളാണ്, ഒരു ബീം ഓഫ് പാർട്ടിക്കിളൊന്നുമില്ല, ഒരു സിംഗിൾ പാർട്ടിക്കിൾ, ഒരു ഇലക്ട്രോൺ ആകാം, ഒരു പ്രോട്ടോൺ ആകാം, എനിത്തിങ്. അപ്പോൾ ഇങ്ങനെ ഒരു സിംഗിൾ പാർട്ടിക്കിളാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ആ പാർട്ടിക്കിളിനെ സ്പേസിൽ ഒരു പോയിന്റിൽ കാണാനുള്ള ഒരു സമയത്തുള്ള പ്രോബബിലിറ്റിയാണ് മോഡ് സൈ സ്ക്വയർ. ഒന്നുകൂടെ പറയാം, ഒരു പോയിന്റിൽ ഒരു സമയത്ത് ഒരു പാർട്ടിക്കിളിനെ കാണാനുള്ള പ്രോബബിലിറ്റിയാണ് മോഡ് സൈ സ്ക്വയർ. അപ്പോൾ ഈ എക്സ്പ്ലനേഷൻ കൊടുത്തത് ബോൺ, ബോർ, ഹൈസൻബർഗ് ഇവരാണ് ഇത്തരത്തിലൊരു ഇൻ്റർപ്രിറ്റേഷൻ കൊടുത്തത്. പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് എ പാർട്ടിക്കിൾ അറ്റ് എ പോയിൻറ്റ് XYZ അറ്റ് ടൈം t ഈസ് ഗിവൺ ബൈ പ്രോബബിലിറ്റി ഈസ് ഈക്വൽ ടു സൈ സ്റ്റാർ. അതാണ് ഞാൻ പറഞ്ഞ മോഡ് സൈ സ്ക്വയർ. ഒരു പാർട്ടിക്കിളിനെ ഒരു സമയത്ത് ഒരു സ്ഥലത്ത് കാണാനുള്ള പ്രോബബിലിറ്റി, അതാണെന്ത്? മോഡ് സൈ സ്ക്വയർ. അപ്പോൾ നമ്മൾ ഓർക്കണം, ഓരോ പോയിന്റിലും മോഡ് സൈ സ്ക്വയറിൻ്റെ വാല്യൂ ഡിഫറെൻ്റ് ആയിരിക്കും, അല്ലേ? ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദാറ്റ് പോയിന്റ് ആൻഡ് ഓൺ ടൈം. സമയത്തിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ഒരു പോയിന്റിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മളവിടെ സൈ സ്റ്റാർ എന്ന് എഴുതിയത് കോംപ്ലക്സ് കോൺജുഗേറ്റ് ആണ്. അപ്പോൾ കോംപ്ലക്സ് കോൺജുഗേറ്റ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. സൈ എന്ന് പറയുന്നത് ഒരു കോംപ്ലക്സ് നമ്പർ a+IB ആണെങ്കിൽ സൈ സ്റ്റാർ എന്ന് പറയുന്നത് a-IB ആയിരിക്കും, അല്ലേ? ഇമാജിനറി പാർട്ട് നെഗറ്റീവ് ആകുന്നു. അതാണ് എന്ത്? കോംപ്ലക്സ് കോൺജുഗേറ്റ്. നമുക്കറിയാം പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ഒരു സാധ്യതയാണ്, അല്ലേ? ഇറ്റ് ഈസ് എ പോസിബിലിറ്റി ഒക്കെയാണ്. അപ്പോൾ അത് എപ്പോഴും എന്തായിരിക്കണം? ഇറ്റ് മസ്റ്റ് ബി എ റിയൽ നമ്പർ. റിയലും ആയിരിക്കണം, പോസിറ്റീവ് ആയിരിക്കണം, അല്ലേ? ഇമാജിനറി ആകാൻ പറ്റില്ല. പക്ഷേ സൈക്ക് എന്താകാം? കോംപ്ലക്സ് ആകാം. സൈ സ്റ്റാർ സൈ ചെയ്യുമ്പോൾ എന്താ കിട്ടുക? a+IB ഇൻറ്റു a-IB എന്ത് കിട്ടും? a² + b². അപ്പോൾ ഇതെന്തായിരിക്കും? സൈ സ്റ്റാർ സൈ എപ്പോഴും റിയലായിരിക്കും, അല്ലേ? നമ്മൾ കണ്ടാതല്ലേ a² + b² എന്ന് പറഞ്ഞാൽ ഐ ഇല്ലല്ലോ, ഇമാജിനറി പാർട്ടില്ല. അപ്പോൾ അതെന്ത് തന്നെയാണ്? റിയൽ തന്നെയാണ്. അപ്പോൾ അതിന് പ്രശ്നമൊന്നുമില്ല. ഇനി വേവ് ഫംഗ്ഷന് ചില പർട്ടിക്കുലർ കണ്ടീഷൻസ് ഉണ്ട്. ചില പർട്ടിക്കുലർ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ ഒരു ഫംഗ്ഷനെ നമുക്ക് വേവ് ഫംഗ്ഷനായിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സൈ മസ്റ്റ് സാറ്റിസ്ഫൈ ദ ഫോളോയിങ് കണ്ടീഷൻസ്. അതിൽ ആദ്യത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് ഇറ്റ് മസ്റ്റ് ബി സിംഗിൾ വാല്യൂഡ് അറ്റ് ഈച്ച് ആൻഡ് എവരി പോയിൻ്റ്. നമ്മൾ സ്പേസിൽ ഏതൊരു പോയിൻ്റ് എടുത്താലും അവിടെ സൈക്ക് ഒരു വാല്യൂ പറ്റുള്ളൂ. അതായത് ഞാൻ ഇങ്ങനെ ഒരു എക്സ് ആക്സസ് കൺസിഡർ ചെയ്തിട്ട് ഈ പോയിന്റിൽ സൈയുടെ വാല്യൂ എ എന്നും എടുത്തു, സൈയുടെ വാല്യൂ ബി എന്നും എടുത്തു. അതായത് രണ്ട് വാല്യൂസ് പോസിബിൾ ആണെന്ന് വിചാരിക്കാം. അങ്ങനെയെങ്കിൽ ഈ പോയിന്റിൽ ആ പാർട്ടിക്കിളിനെ കാണാനുള്ള സാധ്യത എന്ന് പറയുന്നത് a² ആകാം b² ആകാം. അപ്പം അങ്ങനെ രണ്ട് സാധ്യത പോസിബിൾ അല്ലല്ലോ. ഒരു
പ്രോബബിലിറ്റിയല്ലേ വരാൻ പാടുള്ളൂ അല്ലേ? അപ്പോൾ സൈ എന്ന് പറയുന്നത് പ്രോബബിലിറ്റിയുടെ ഒരു മെഷറാണ്. ആ പാർട്ടിക്കിളിനെ അവിടെ കാണാനുള്ള പ്രോബബിലിറ്റിയുടെ ഒരു മെഷറാണ്. ആ പ്രോബബിലിറ്റി എന്ന് പറയുന്ന ഒരു വാല്യൂ വരാൻ പാടുള്ളൂ. അപ്പോൾ സൈക്കും എന്തേ വരാൻ പാടുള്ളൂ? ഒരു വാല്യൂ വരാൻ പാടുള്ളൂ. സൈ മസ്റ്റ് ബി സിംഗിൾ വാല്യൂഡ് അറ്റ് ഈച്ച് ആൻഡ് എവരി പോയിൻറ്റ്. സ്പേസിൽ ഏത് പോയിൻ്റ് എടുത്താലും സൈക്ക് ഒരൊറ്റ, എല്ലായിടത്തും ഒരു വാല്യൂ എന്നല്ല, എല്ലായിടത്തും സൈക്ക് ഒരു വാല്യൂ ആണെന്നല്ല, ഒരു പർട്ടിക്കുലർ പോയിൻറ്റിൽ ഒരു പർട്ടിക്കുലർ ടൈമിൽ സൈക്ക് 2 വാല്യൂ വരാൻ പറ്റില്ല, ഒരൊറ്റ വാല്യൂ വരാൻ പറ്റുള്ളൂ. അതാണ് ഒരു പർട്ടിക്കുലർ പോയിൻറ്റിൽ ഒരു പർട്ടിക്കുലർ ടൈമിൽ ഒരൊറ്റ വാല്യൂ സൈക്ക് എടുക്കാനായിട്ട് പറ്റുള്ളൂ. പിന്നെ രണ്ടാമത്തെ പോയിൻറ്റ്, സൈ മസ്റ്റ് ബി ഫൈനൈറ്റ്. അതിൻ്റെ വാല്യൂ ഇൻഫിനിറ്റി ആകാൻ പറ്റില്ല. അപ്പോൾ കാരണം എന്താ? കാരണം പ്രോബബിലിറ്റിയാണ്. പ്രോബബിലിറ്റിക്ക് വാല്യൂ മോഡ് സൈ സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? പ്രോബബിലിറ്റിയാണ്. അപ്പോൾ ഇൻഫിനിറ്റ് പ്രോബബിലിറ്റി ഒന്നും ആക്കാൻ പറ്റില്ല. അപ്പോൾ ഇതെന്തായിരിക്കണം? എപ്പോഴും ഫൈനൈറ്റ് ആയിരിക്കണം. പിന്നെ ഇറ്റ് മസ്റ്റ് ബി സ്ക്വയർ ഇൻ്റഗ്രബിൾ. അപ്പോൾ സ്പേസിൽ പറഞ്ഞൊരു കാര്യമാണ്, സ്പേസിൽ ഏത് പോയിൻ്റ് എടുത്താലും സൈയുടെ വാല്യൂ ഫൈനൈറ്റ് ആണ്. കാരണം ഒരിക്കലും ഇൻഫിനിറ്റ് പ്രോബബിലിറ്റി എന്നൊരു കൺസെപ്റ്റ് വരാൻ പറ്റില്ല. അപ്പോൾ എല്ലാ പോയിൻറ്റിലും വാല്യൂ, സൈയുടെ വാല്യൂ ഫൈനൈറ്റ് ആണ്. അപ്പോൾ എല്ലായിടത്തും വാല്യൂ ഫൈനൈറ്റ് ആണെങ്കിൽ എല്ലാ വാല്യൂയും കൂടെ ആഡ് ചെയ്താലും എന്ത് കിട്ടണം? ഒരു ഫൈനൈറ്റ് വാല്യൂ ഉണ്ടായിരിക്കണം. അതുകൊണ്ടാണ് എന്ത് പ്രോബബിലിറ്റിയുടെ സം അല്ലേ, കംപ്ലീറ്റ് സ്പേസിൽ പ്രോബബിലിറ്റീസിനെ ആഡ് ചെയ്തെടുക്കുക. അതാണ് എന്ത് ചെയ്യുക? ഇൻ്റഗ്രേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് അല്ലേ. ഇൻ്റഗ്രേഷൻ ഈസ് എ ഫോം ഓഫ് സമ്മേഷൻ അല്ലേ. അപ്പോൾ ഈ വാല്യൂസിനെ, അതായത് ഓരോ പോയിൻറ്റിലുമുള്ള പ്രോബബിലിറ്റീസിനെ എല്ലാം കൂടെ ആഡ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ വി മസ്റ്റ് ഗെറ്റ് എ ഫൈനൈറ്റ് വാല്യൂ. അത് ഇൻഫിനിറ്റി ആകാൻ പാടില്ല. പ്രോബബിലിറ്റിയുടെ സമ്മാണത് ഫൈനൈറ്റ് ആയിരിക്കണം അല്ലേ. കാരണം ഒരു ഇപ്പം നമ്മൾ ആക്ച്വൽ ഇതിൻ്റെ വാല്യൂ 1 വരണം എന്നാണ്. കാരണം നമ്മൾ ഒരു പാർട്ടിക്കിൾ ഉണ്ടെങ്കിൽ ഒരു സമയത്ത് കംപ്ലീറ്റ് സ്പേസ് നോക്കിക്കഴിഞ്ഞാൽ അതിന് എവിടെയെങ്കിലും ഒരിടത്ത് അതിനെ കാണാൻ പറ്റണം അല്ലേ. അപ്പോൾ ടോട്ടൽ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കണം? 1 ആയിരിക്കണം. എവിടെയെങ്കിലും അതിനെ കാണാൻ പറ്റും. അപ്പോൾ ടോട്ടൽ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 1 ആണ്. ദ പാർട്ടിക്കിൾ ഈസ് ഷുവർ ടു ബി ഫൗണ്ട് സംവെയർ ഇൻ സ്പേസ്. അതുകൊണ്ട് കംപ്ലീറ്റ് സ്പേസിൽ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ എന്ത് കിട്ടണം? വാല്യൂ 1 ആയിരിക്കണം. നിങ്ങൾ ടോട്ടൽ സം ഓഫ് പ്രോബബിലിറ്റീസ് നിങ്ങൾക്ക് പഠിച്ചതായിരിക്കും. അപ്പോൾ സം ഓഫ് പ്രോബബിലിറ്റീസ് എന്ത് വരെ? മാക്സിമം 1 വരെ വരാൻ പറ്റുള്ളൂ. കാരണം എവിടെയെങ്കിലും ആ പാർട്ടിക്കിളെ കാണുന്നു, അതാണ് ആ 1 എന്നുള്ളത്. അപ്പോൾ അതങ്ങനെ. ഇനി അടുത്തത് നമ്മൾ ക്ലാസിക്കൽ മെക്കാനിക്സിൽ ഞാൻ പറഞ്ഞു പൊസിഷനും മൊമെൻറ്റും ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ പൊസിഷനും മൊമെൻറ്റും കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് ന്യൂട്ടൺസ് ഇക്വേഷൻ. അപ്പോൾ ക്ലാസിക്കൽ ഫിസിക്സിൽ വന്നിട്ട് നമുക്കറിയേണ്ട എന്താണ്? സൈ വേവ് ഫംഗ്ഷനാണ്. അപ്പോൾ വേവ് ഫംഗ്ഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് ആര്? ഷ്രോഡിഞ്ചർ ഇക്വേഷൻ. അപ്പോൾ വേവ് ഫംഗ്ഷൻ എങ്ങനെ കണ്ടുപിടിക്കും? അപ്പോൾ നമുക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ പറയാം. സൈ വേവ് ഫംഗ്ഷൻ എന്താകാം? കോംപ്ലക്സ് ആകാം, ഒരു മെഷറബിൾ ക്വാണ്ടിറ്റി ആകണം എന്നില്ല അല്ലേ. കോംപ്ലക്സ് വാല്യൂവിനെ നമ്മൾ മെഷർ ചെയ്യാൻ പറ്റില്ല. മെഷർ ചെയ്യാൻ പറ്റുന്നതെല്ലാം റിയൽ വാല്യൂസിനെ മാത്രമാണ് അല്ലേ. കോംപ്ലക്സ് വാല്യൂവിനെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റില്ല. ഇറ്റ് മേ നോട്ട് ബി എ മെഷറബിൾ ക്വാണ്ടിറ്റി. ഇനി സൈ കാണിക്കുന്നത് സിസ്റ്റത്തിൻ്റെ സ്റ്റേറ്റിനെയാണ്. ക്ലാസിക്കൽ മെക്കാനിക്സിൽ പൊസിഷനും മൊമെൻറ്റത്തിൻ്റെയും അതേ റോളാണ് ക്വാണ്ടം മെക്കാനിക്സിൽ വേവ് ഫംഗ്ഷൻ ചെയ്യുന്നത്. Wave function for each dynamic state of a particle is determined by the forces acting on the particle. അപ്പോൾ ഒരു പർട്ടിക്കുലർ സ്റ്റേറ്റിലിരിക്കുന്ന ഒരു പാർട്ടിക്കിളിൻ്റെ വേവ് ഫംഗ്ഷനെ തീരുമാനിക്കുന്നത് ആ പാർട്ടിക്കിളിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് ആണ്. ഓക്കെ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ക്ലാസിക്കൽ മെക്കാനിക്സിനകത്തും എങ്ങനെ തന്നെയാണ് ഒരു പാർട്ടിക്കിളിൻ്റെ ഫ്യൂച്ചറിനെ പ്രെഡിക്റ്റ് ചെയ്യുന്നത് അതിനകത്തിരിക്കുന്ന ഫോഴ്സ്, അതിനകത്ത് ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് ആണ്. അതേപോലെ തന്നെ ഇവിടെയും ഒരു സ്റ്റേറ്റ്, ഒരു പർട്ടിക്കുലർ സ്റ്റേറ്റിലിരിക്കുന്ന പാർട്ടിക്കിളിൻ്റെ വേവ് ഫംഗ്ഷൻ അല്ലെങ്കിൽ ആ പാർട്ടിക്കിളിൻ്റെ സ്റ്റേറ്റിനെ തന്നെ തീരുമാനിക്കുന്ന ആരാണ്? അതിനകത്ത് ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് ആണ് അല്ലേ. ആ ഒരു പാർട്ടിക്കിളിൻ്റെ സ്റ്റേറ്റിനെ തീരുമാനിക്കുന്നത് അതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സാണ്. അപ്പോൾ ഈ സ്റ്റേറ്റ് തന്നെയാണ് എന്ത്? വേവ് ഫംഗ്ഷൻ. ഓരോ സ്റ്റേറ്റിനും
ഓരോ വേവ് ഫംഗ്ഷൻ ആയിരിക്കും. സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യുമ്പോൾ വേവ് ഫംഗ്ഷനും ചേഞ്ച് ചെയ്യും. ഓക്കെ, ഈച്ച് സ്റ്റേറ്റ് കറസ്പോണ്ട്സ് ടു എ particular wave function. The rule for finding wave function is expressed in a form called Schrödinger equation. This equation was formulated by Erwin Schrödinger in 1926. അപ്പോൾ ഈ വേവ് ഫംഗ്ഷനെ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, അതിൻ്റെ പേര് ഷോർഡിഞ്ചർ ഇക്വേഷൻ ആണ്. ഇത് ഫോർമുലേറ്റ് ചെയ്തത് എർവിൻ ഷോർഡിഞ്ചർ ഇൻ 1926. ഇനി അതിൽ കുറച്ച് കാര്യങ്ങൾ, അപ്പോൾ നമുക്ക് ഇനി പഠിക്കാനുള്ളത് ഷോർഡിഞ്ചർ ഇക്വേഷൻ്റെ ഡെറിവേഷനാണ്. അതിലേക്ക് പോകുന്നതിന് മുമ്പ് കുറച്ച് കാര്യം, ഡി ബ്രോഗ്ലി തിയറി എന്താണെന്നുള്ളത് നേരത്തെ പറഞ്ഞത് തന്നെയാണ്. എല്ലാ പാർട്ടിക്കിളുമായിട്ട് അസോസിയേറ്റ് ചെയ്തൊരു മാറ്റർ വേവ് ഉണ്ട്. മാറ്റർ വേവ് ഈസ് അസോസിയേറ്റഡ് വിത്ത് എ പാർട്ടിക്കിൾ ഓഫ് മാസ് m മൂവിങ് വിത്ത് വെലോസിറ്റി v, ലാംഡ ഈക്വൽ ടു h/mv. ഓക്കെ, ഒരു പാർട്ടിക്കിളുമായിട്ട് അസോസിയേറ്റ് ചെയ്ത മാറ്റർ വേവ്, അതിൻ്റെ വേവ് ലെങ്ത് എന്ന് പറയുന്നത് പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ് ഡിവൈഡഡ് ബൈ ദ മൊമെൻറ്റം ഓഫ് ദാറ്റ് പാർട്ടിക്കിൾ. മൊമെൻറ്റത്തിൻ്റെ ഇക്വേഷനാണ് മാസ് ഇൻറ്റു വെലോസിറ്റി. അപ്പോൾ ഇത്തരത്തിൽ മാറ്റർ വേവുകളുണ്ട്. അപ്പോൾ ഈ മാറ്റർ വേവിൻ്റെ ഇക്വേഷനാണ് ആര്? ഷോർഡിഞ്ചർ ഇക്വേഷൻ.